ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. അക്രമം പ്രവർത്തിച്ചവരുടെ പക്ഷത്തേക്ക് നിങ്ങൾ ചായരുത്, എങ്കിൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് രക്ഷാധികാരികളേയില്ല, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിൽ അലീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദുൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون. وإذا قيل لهم آمنوا كما آمن الناس قالوا ونؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أترضى أن تكون رفيق قوم لهم زاد أنت بغير زادي. മുജാഹിദ് ആദർശ സംരക്ഷണ വേദി ഈ എരഞ്ഞിക്കൽ പ്രദേശത്ത് സംഘടിപ്പിച്ചിട്ടുള്ള സലഫി ആദർശം ആരോപണങ്ങൾ വസ്തുത എന്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള മറുപടി പ്രഭാഷണം ശ്രവിക്കുന്നതിനു വേണ്ടി ഈ മഹത്തായ വിജ്ഞാന സദസ്സിലും ഇതിന്റെ പരിസരങ്ങളിലും ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുമായ സ്നേഹാദരണീയരായ ബഹുമാനികളെ, നല്ലവരായ ദീനീ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ,
കോഴിക്കോട് സൗത്തിന്റെ കീഴിൽ ഈ അത്തോളി മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ വളരെ കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശം സ്വീകരിച്ചുകൊണ്ട്, അഥവാ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുൻഗാമികളായ സലഫുകളുടെ മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണിശമായ ആദർശം സ്വീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇവിടെ വ്യത്യസ്ത മേഖലകളിൽ ദഅവാ പ്രവർത്തനങ്ങളുമായി പ്രബോധനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ഭിന്നിപ്പുകളോ അനൈക്യങ്ങളോ ഇവിടെ ഈ ദീനിനെ, ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തുകാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില ഭൗതിക താൽപര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചില നിഗൂഢമായ അജണ്ടകൾ ആരുടെയൊക്കെയോ താൽപര്യങ്ങൾക്ക് വശംവദമായിക്കൊണ്ട് ഈ കേരളത്തിൽ നിർബന്ധമായും ഇറക്കുമതി ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വളരെ ഐക്യത്തോടുകൂടി ചിത്രയില്ലാതെ മുന്നോട്ടു പോകുന്ന ഈ അത്തോളി മണ്ഡലത്തിൽ സഹോദരങ്ങളെ, ചില ആളുകൾ വന്നുകൊണ്ട് മുവഹിദുകൾക്ക് നേരെ ശിർക്കാരോപണം ഉന്നയിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ ആദർശ പ്രബോധന രംഗത്ത് നിസ്വാർത്ഥമായി നിലനിൽക്കുന്ന പണ്ഡിതന്മാർക്ക് നേരെയും പ്രവർത്തകന്മാർക്ക് നേരെയും അന്ധവിശ്വാസങ്ങൾ അവരുടെ മുതുകിൽ ചാർത്തിക്കൊണ്ട് അവരെ നവഖുറാഫികളെന്നും നവയാഥാസ്ഥികരെന്നും വിളിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ആ പരിപാടിയിൽ കാര്യമായി ഈ പ്രദേശത്തുള്ള നമ്മുടെ എല്ലാവർക്കും പരിചയമുള്ള അബ്ദുൽ ഖാദർ ഹാജി സാഹിബും അതുപോലെ തന്നെ ചില ആശംസ അർപ്പിച്ചിട്ടുള്ള ആളുകളുമൊക്കെ തെറ്റിദ്ധരിച്ചതുകൊണ്ടോ അല്ല ഇനി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി രംഗത്ത് വന്നുകൊണ്ടോ എന്നറിയില്ല, മുജാഹിദുകൾക്കിടയിൽ ഒരുപാട് നുണപ്രചരണങ്ങളാണ് സത്യത്തിൽ നടത്തിയിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മുവഹിദുകളെ മുശ്രിക്കാക്കുന്നതിനു വേണ്ടി, അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ 1400 ചില്ലാനം കൊല്ലങ്ങളായി മുസ്ലിം ലോകം സ്വീകരിച്ചു വരുന്ന സലഫിയത്തിനെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിനു വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള അനസ് മുസ്ലിയാർ തന്റെ കൈകളിലുള്ള റെഡിമെയ്ഡ് ക്ലിപ്പുകളുമായി വന്ന് എല്ലായിടത്തും നടത്തുന്ന ഒരു പൊറാട്ട് നാടകം കളിച്ച് ചില സാധാരണക്കാരായ മുജാഹിദുകളെ വിശ്വാസിലാക്കി കടന്നുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വളരെ കൃത്യമായി മറുപടി പറയുവാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലേക്കും അന്ധവിശ്വാസത്തിലേക്കും പോയി എന്നാണ് കാര്യമായി ഇവിടെ വന്ന അനസ് മുസ്ലിയാർ ക്ലിപ്പിട്ടുകൊണ്ട് നമുക്ക് നേരെ ആരോപിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനനായ എ പി അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു.
സത്യത്തിൽ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ ഒരുപറ്റം പണ്ഡിതന്മാരും അതുപോലെ തന്നെ അവരെ നയിക്കുന്ന നേതാക്കന്മാരും അതുപോലെ അണികളും മാരകമായ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ജിന്നുവാദം കൊണ്ടുവരിക വഴി അവർ ശിർക്കിലും ഖുറാഫാത്തിലും അകപ്പെട്ടിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ പറയേണ്ടത് AP അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. പക്ഷേ ഈ എർണിക്കൽ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ഭാഷണം ശ്രദ്ധിച്ചിട്ടുള്ള ഏത് ആളുകൾക്കും വ്യക്തമായി കേൾക്കാൻ സാധിച്ചത് എന്താണ്? ഇസ്ലാഹി പ്രസ്ഥാനം ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും ഉണ്ടാക്കിയ നവോത്ഥാനങ്ങളെപ്പറ്റി പറയുകയും അങ്ങനെ ഒരു ചെറിയ പ്രഭാഷണം നടത്തി ആ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതല്ലാതെ ഒരക്ഷരം പോലും സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു വിഭാഗം ഇതായിപ്പോ ജിന്നുകളെ വിളിച്ച് നേടാമെന്ന വാദത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഖുറാഫാത്തുകളിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളാരും അത്തരത്തിലുള്ള ഫിത്തനകളിൽ അകപ്പെട്ടു പോകരുത് എന്നൊരു വാചകം AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു. ഇല്ല, എന്തേ പറയാതിരുന്നത്? സഹോദരങ്ങളെ, അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഇവിടെ ഒരാളും പോയിട്ടില്ല എന്ന വളരെ വ്യക്തമായ യാഥാർത്ഥ്യം ആ പണ്ഡിതന് അല്ലെങ്കിൽ ആ നേതാവിന് അറിയാമെന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു വേദികളിലും അത് പറയാതിരുന്നത്. പിന്നെ പറയുവാൻ വേണ്ടി സ്ലിപ്പ് കൊടുത്ത് തുമ്പിയെ കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ രൂപത്തിൽ നിർബന്ധിച്ച് എഴുതി കൊടുത്ത് പറയിപ്പിക്കുമ്പോൾ അങ്ങനെ ചില വാചകങ്ങൾ നിർബന്ധിതമായി ചില തലമുതിർന്ന നിലച്ച പണ്ഡിതന്മാര് പറയുന്നു എന്നതല്ലാതെ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു വാദത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല എന്നുള്ളത് വ്യക്തമായി അവർക്കറിയാവുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്ത് പോലും AP അബ്ദുൽ ഖാദർ മൗലവി ഒരക്ഷരം പോലും ആ വിഷയത്തെപ്പറ്റി പറയാതെ പോയത് എന്ന് ആമുഖത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമുക്കറിയാം സലഫി ആദർശം അജയ്യമാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തലയിൽ ഉദിച്ച ചിന്താധാരയല്ല കേരളത്തിൽ ഇറക്കുമതി ചെയ്തത്. മറിച്ച് 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചു. തൃപ്തിപ്പെട്ട മതമായി അല്ലാഹു തആല അതിനെ നമുക്ക് നൽകി. ആ നൽകിയിട്ടുള്ള പരിശുദ്ധമായ ഇസ്ലാം വരതെറ്റാതെ മനസ്സിലാക്കുവാനുള്ള ഒരു മാർഗം അല്ലാഹു തആല വ്യക്തമായി സഹോദരങ്ങളെ ഇവിടെ ഇതാ പിന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. വ്യക്തമായ ഒരു പാത ഇതാ ഇവിടെ റസൂലിലൂടെ വിട്ടേച്ചു പോയിരിക്കുകയാണ്. അതാണ് റസൂൽ പറഞ്ഞത്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസ്ഹു അൻഹാ ഇല്ലാ ഹാലിക്. പ്രകാശപൂരിതമായ ഒരു തെളിഞ്ഞ പാതയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്. അതിന്റെ രാവ് പകലിനെ പോലെ പ്രശോഭിതമാണ്. ഹിദായത്ത് നഷ്ടപ്പെട്ടവനല്ലാതെ ഒരിക്കലും തന്നെ അതിൽ നിന്ന് വഴിതെറ്റുകയില്ല. അപ്പോൾ അത്ര കൃത്യമായ ഒരു പാത ഇവിടെയുണ്ട്. ആ പാത ഏതാണ് പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ട് ആ പാത നിങ്ങൾ കൃത്യമായി മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഹദീസിലൂടെ വ്യക്തമാക്കി തന്നു, ഫഇന്നഹും യശ്മിൻകും ബഅദീ ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എന്റെ കാലശേഷം സ്വഹാബത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ദീനിൽ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ, ധാരാളം ചിന്താധാരകൾ മുളപൊട്ടും, വ്യത്യസ്ത കക്ഷികളുണ്ടാകും, പുതിയ പുതിയ വാദങ്ങൾ അവതരിപ്പിക്കപ്പെടും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഈ ദീനിന്റെ മേഖല മലീമസപ്പെടുമ്പോ, ആശയക്കുഴപ്പത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി. നിങ്ങൾ എന്റെ സുന്നത്തിലേക്ക് തിരിച്ചു വരിക, നിങ്ങൾ എന്റെ സുന്നത്തിലേക്ക് മടങ്ങുക. ഏതാണ് സുന്നത്ത് സഹോദരങ്ങളെ? അവരവർ ആയത്തോതി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വയം അർത്ഥം പറയുകയും സ്വയം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന സുന്നത്താണോ? ആ ഖുർആൻ സുന്നത്തുമാണോ? അല്ല. റസൂലുള്ള പറഞ്ഞു തന്നു, സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ മഹ്ദിയീൻ. സത്യരായ സലഫ് സ്വാലികൾ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീനുൽ ഇസ്ലാമിനെ കേൾക്കുകയും അതിനെ ഒരു ഇഞ്ച് കൂട്ടാതെ കുറക്കാതെ, അതിനെ സഹോദരങ്ങളെ നീട്ടാതെ ചുരുക്കാതെ അങ്ങനെ തന്നെ അത് സ്വീകരിച്ചുകൊണ്ട് അത് ആചരിച്ചുകൊണ്ട് അത് കൃത്യമായി ലോകത്തിന് എത്തിച്ചു കൊടുക്കുന്ന ആ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്ന എന്റെ ആ ഖുലഫാകളുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക.
അള്ളു അലൈഹാ ബിന്നവാജിദ്, അതിനെ നിങ്ങൾ അണപ്പല്ല് ചേർത്ത് കടിച്ചു പിടിക്കുക. സഹോദരങ്ങളെ, ആ ഒരു മാർഗം കടിച്ചു പിടിച്ചുകൊണ്ട് ലോകത്ത് എക്കാലത്തും മുസ്ലിം സമൂഹത്തിൽ ഒരു അസംഘം ബാക്കിയായിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ സമൂഹത്തിൽ നിന്ന് ഒരു സംഘം ഉണ്ടായിക്കൊണ്ടേയിരിക്കോ, അവര് ഹക്കിന്റെ മേലായിരിക്കോ, സത്യത്തിന്റെ മേലായിരിക്കോ. അഥവാ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൽ ആരൊക്കെ എന്തൊക്കെ ആരോപണങ്ങളുമായി വന്നാലും ഈ സലഫി ആദർശം അജയ്യമാണ്, അതിനെ തകർക്കാൻ കഴിയില്ല. കാരണം അത് റബ്ബിന്റെ അലംഘനീയമായ സുന്നത്താണ്, അത് കൃത്യമായി ഇവിടെ നടപടിക്രമമാണ്, അത് നിലനിൽക്കൽ അനിവാര്യമാണ്. കാരണം ഇനി ഒരു നബി വരാനില്ല, ഇനി ഒരു വേദഗ്രന്ഥം അവതരിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഖിയാമം വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിലെത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇഹലോക ജീവിതത്തിൽ സ്വസ്ഥമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു തആല റസൂലുള്ളാഹിയിലൂടെ നൽകിയ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണഘടന, നമ്മുടെ ജീവിതത്തിന്റെ ആധാരം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അതിനെ മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്തിന്റെ ആ സലഫി മാർഗവും സഹോദരങ്ങളെ ഇവിടെ നിലനിൽക്കും. ആ നിലനിൽക്കുന്ന ആദർശം കൃത്യമായി കൊണ്ട് ഇന്ന് കേരളത്തിൽ കൊണ്ടുപോകുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇതുവരെ ഒരു വ്യതിയാനവും സംഭവിക്കാത്ത, നിലപാടുകൾ മാറ്റാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെയുള്ള നിഷ്കളങ്കരായ പ്രവർത്തകരുമാണ്. എന്നാൽ അവർക്ക് നേരെ ശിർക്കാരോപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനവധി ആളുകൾ ഈ കേരളത്തിൽ കടന്നു വന്നിട്ടുണ്ട്. സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾക്ക് നേരെ ആദ്യകാലത്ത് തന്നെ കുഫ്റും ശിർക്കും ആരോപിച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ 1924 അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന അജണ്ടയിൽ പടുത്തുയർത്തിയപ്പോൾ അന്ന് മുതൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ആരോപണങ്ങളും ത്വരീഖത്തുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും സമസ്തയിലെ പുരോഹിതന്മാരും ഒക്കെ നമുക്ക് നേരെ ആരോപിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളുടെ ആ പഴയ പകർപ്പ് ഒരു പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് ഈ മഹത്തായ പ്രസ്ഥാനത്ത് തങ്ങളുടെ ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ കൊണ്ടുപോവുകയും അതിനു വേണ്ടി ഒരു പുതിയ ആരോപണമുണ്ടാക്കിക്കൊണ്ട് ഈ കേരളത്തിലുടനീളം കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും KNM-ന്റെയും വേദി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സംഘം ഊരി ചുറ്റുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ കുപ്രചരണങ്ങളിൽ അകപ്പെട്ടു പോയവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ യഥാർത്ഥത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്താണ് ഇവിടെ വന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച പരിപാടിയില് കാര്യമായി ഇവിടെ നമ്മുടെ അബ്ദുൽ ഖാദർ ഹാജി സാഹിബ് സഹോദരങ്ങളെ അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള ആ പ്രഭാഷണത്തില് അദ്ദേഹം കാര്യമായി പറഞ്ഞിട്ടുള്ളതും തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതെന്താ? മുജാഹിദ് പ്രസ്ഥാനത്തില് ശിർക്കിലേക്കുള്ള ഒരു പുതിയ കവാടം 2007 തുറന്നു വെച്ചു എന്നാണ്. അഥവാ തൗഹീദിന്റെ അക്ഷരശബ്ദം എന്നറിയപ്പെടുന്ന ആ സലഫി ആദർശത്തിന്റെ വൈരികളുടെ കണ്ടകോടാലി എന്നറിയപ്പെടുന്ന ഇസ്ലാഹ് മാസികയുണ്ടല്ലോ, അതിന്റെ തകർച്ച കാത്തുകൊണ്ടിരിക്കുന്ന അനവധി ആദർശവൈരികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഏണി വെച്ചു കൊടുത്തുകൊണ്ട് ആ ഇസ്ലാഹ് മാസികയിലേതാ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം തകർക്കുന്ന പ്രബോധന മേഖലയിൽ യഥാർത്ഥത്തിൽ ഒരു പുതിയ പുത്തൻവാദം അവതരിപ്പിച്ചുകൊണ്ട് ശിർക്കിലേക്ക് മുജാഹിദുകളെ കൊണ്ടുപോയി എന്നാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ പലരും ആരോപിച്ചത്. ആ ആരോപണം കേട്ട് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ? അല്ല, ആ ആരോപണം നടത്തി പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന കോക്കസിൽ വളരെ ആത്മാർത്ഥമായി അംഗമായതുകൊണ്ടാണ്. ബഹുമാനായ നമ്മുടെ ഖാദർ ഹാജി അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോപണമാണ് ഇവിടെ ആദ്യമായി ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഒന്നാമത് നമുക്ക് ആ ആരോപണത്തിന് വസ്തുത കൃത്യമായി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അബ്ദുൽ ഖാദർ ഹാജി സാഹിബ് ആ ആരോപണം പറഞ്ഞത് ഇവിടുത്തെ പ്രഭാഷണമാണ്.